നമസ്കാരം. ദേഷ്യം വരുന്ന കൂട്ടത്തിലാണോ നിങ്ങളൊക്കെ? നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടല്ലേ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്കെല്ലാവർക്കും ദേഷ്യം വരാനൊക്കെ സാധ്യത എപ്പോഴും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അത് മാനേജ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ദേഷ്യം വരുന്നതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നാച്ചുറൽ പ്രോസസ്സാണെന്നൊക്കെ പറയാം. എന്നാൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് നാം പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഒന്ന്, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ആ സ്പേസിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. തിരിഞ്ഞു നിന്നതിന് ശേഷം നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ശ്വാസം നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുക. 1, 2, 3, 4, 3 to 5 വരെ ഒന്ന് എണ്ണീട്ട് തന്നെ എക്സൈൽ ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയാം. ഇതിന്മേൽ നീക്കുന്ന ആ ബ്രീത്തിങ് സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ നിങ്ങൾ ദേഷ്യത്തെ തണുപ്പിക്കാനും അതുപോലെ തന്നെ ചിന്തിപ്പിക്കാനും സാധിക്കുമെന്നാണ് പറയാം. നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം ശമിപ്പിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് ആരോഗ്യപരമായ രീതിയിൽ നിങ്ങൾ ഒന്ന് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും മറച്ചു വെക്കാതിരിക്കുക കാര്യങ്ങൾ. നിങ്ങളുടെ അനുഭവങ്ങളും ഭാവനകളും ഒക്കെ ആക്രമണാത്മകമല്ലാത്ത രീതിയിൽ നിങ്ങൾ വ്യക്തമായി കൊണ്ട് തന്നെ പ്രകടിപ്പിക്കാൻ നോക്കൂ. നിങ്ങൾ തൻ്റെ വികാരങ്ങളെ വ്യക്തമായി കൊണ്ട് പ്രകടിപ്പിക്കുന്നത് അവയെ അടിച്ചമർത്തി ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ സാധിക്കുമെന്ന് പറയാം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമെന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ എന്താണോ ആ ദേഷ്യപ്പെടാൻ വേണ്ടിയുള്ള മൂലകാരണം, റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നിന്നുണ്ടായതാണോ, അതല്ലെങ്കിൽ ഒരു അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു വിഷയത്തിലെ പ്രശ്നങ്ങളിൽ നിന്നാണോ ആ ഒരു പ്രശ്നം ഉടലെടുത്തത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ദേഷ്യം വരുന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് മനുഷ്യരാണ്, മനുഷ്യരായി ജീവിക്കുമ്പോൾ ദേഷ്യം വരും, അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ അതൊരു ഇമോഷണൽ കൂടി തന്നെയാണ്. അതൊരു കുറ്റമൊന്നുമല്ല മനുഷ്യന്. അതുകൊണ്ട് തന്നെ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഓവറോൾ വെൽബീയിങ്ങും നമ്മുടെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഏറ്റവും നല്ല ഗുണം ചെയ്യുക എന്നാണ് പറയാം. എല്ലാവർക്കും നല്ലത് കേട്ടോ. ദേഷ്യം വരാതെയൊക്കെ സ്നേഹത്തോടെ കഴിയാനുള്ള സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് കേട്ടെ. സ്നേഹം മാത്രം. താങ്ക് യു.